ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് അനുഗ്രഹമായി മാറുന്നത് വിദേശ ഇന്ത്യക്കാർക്കാണ്. ഗൾഫിലായാലും മറ്റു വിദേശ രാജ്യങ്ങളിലായാലും വിദേശ കറൻസികളുമായുള്ള വിനിമയ നിരക്ക് എക്കാലത്തും പ്രവാസികൾക്ക് അനുകൂലമാണ്. വിദേശ രാജ്യങ്ങളിൽ അവരെ തുടരാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് വിനിമയ നിരക്കിലെ അന്തരമാണ്. അടുത്ത കാലത്തായി ഇന്ത്യൻ രൂപയുടെ വിലയിടിവ് പ്രവാസികളുടെ സമ്പാദ്യത്തിൽ വലിയ വർധന വരുത്തുമെന്നാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്നതാണ് സ്ഥിതിവിവര കണക്കുകൾ. എവിടെയാണ് കാര്യങ്ങൾ പിഴയ്ക്കുന്നത്? പ്രവാസികൾ ബാങ്കുകളിൽ നിന്ന് പിൻവലിക്കുന്ന പണത്തിന്റെ തോത് വർദ്ധിക്കുന്നുവെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഇക്കഴിഞ്ഞ ഒക്ടോബറിനും ജനുവരിക്കുമിടയിൽ $150 കോടി വിദേശ ഇന്ത്യക്കാർ അവരുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിച്ചു. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ 3.3% ഇടിവുണ്ടായ സമയത്താണിത്. ജനുവരി അവസാനത്തെ കണക്ക് പ്രകാരം $16,120 കോടി പ്രവാസികളുടെ അക്കൗണ്ടുകളിൽ എത്തിയത്. അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ കണക്ക് പ്രകാരം നിക്ഷേപം $16,270 കോടി ആയിരുന്നു. ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ 7 മാസത്തെ അപേക്ഷിച്ച് പ്രവാസി നിക്ഷേപം $1,190 കോടിയിൽ നിന്നും $240 കോടി കുറയുകയും ചെയ്തു. പ്രവാസികൾ കൂടുതലായി പണം പിൻവലിക്കുന്നതിന് പിന്നിൽ തൊഴിൽപരവും സാമ്പത്തികവുമായ സാഹചര്യങ്ങളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ വിപണിയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. വരുമാനം കുറഞ്ഞതോടെ ബാങ്ക് നിക്ഷേപം പിൻവലിക്കാൻ പ്രവാസികൾ നിർബന്ധിതരാകുന്നു. ആഗോള സാമ്പത്തിക രംഗത്തെ ഭീഷണികളാണ് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അമേരിക്ക ഉയർത്തുന്ന വ്യാപാര യുദ്ധ ഭീഷണി സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായേക്കാമെന്ന ആശങ്ക പ്രവാസികളിലുമുണ്ട്. വരുമാനം കുറയുന്നതോടൊപ്പം നാട്ടിലെ വീട്ടുചെലവുകൾക്കായി പണം പിൻവലിക്കേണ്ടി വരുന്നതും പ്രവാസികളുടെ നിക്ഷേപങ്ങളിൽ ചോർച്ചയുണ്ടാകാൻ കാരണമാകുന്നു. ഈ സാമ്പത്തിക വർഷം വിദേശ ഇന്ത്യക്കാരുടെ നിക്ഷേപം $900 കോടി ആകുമെന്നാണ് കണക്കാക്കുന്നത്. ലോകത്ത് ഏറ്റവും അധികം പ്രവാസി നിക്ഷേപം എത്തുന്ന രാജ്യമായ ഇന്ത്യയിലേക്ക് പ്രധാനമായും പണം എത്തുന്നത് 10 രാജ്യങ്ങളിൽ നിന്നാണ്. അമേരിക്ക $11,870 കോടി 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ അക്കൗണ്ടുകളിൽ എത്തിയത്. 2011 ഇത് $5,560 കോടി ആയിരുന്നു. കോവിഡിന് ശേഷം നിക്ഷേപത്തിലെ ശരാശരി വാർഷിക വർധന 14.3%. 2029 ആകുമ്പോഴേക്കും അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ നിക്ഷേപം $16,000 കോടി എത്തുമെന്നാണ് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ. മൊത്തം പ്രവാസി നിക്ഷേപത്തിന്റെ 28% അമേരിക്കയിൽ നിന്നാണ്. $2,280 കോടി UAE പ്രവാസികൾ ഈ സാമ്പത്തിക വർഷം അയച്ചത്. നേരത്തെ 1-ാം സ്ഥാനത്തായിരുന്നു UAE, ഇപ്പോൾ 2-ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. മൊത്തം പ്രവാസികൾ പകുതിയിലേറെയും UAE ഉൾപ്പെടുന്ന GCC രാജ്യങ്ങളിലാണുള്ളത്. $1,280 കോടി UK ഇന്ത്യക്കാരുടെ നിക്ഷേപം. പ്രധാനമായും IT മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് കൂടുതലായി പണം അയക്കുന്നത്. $800 കോടി അയച്ച സൗദി പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങൾ 2-ാം സ്ഥാനത്ത്. മൊത്തം പ്രവാസി നിക്ഷേപത്തിന്റെ 7% സൗദിയിൽ നിന്നും എത്തിയത്. ഈ വർഷം വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടായത് സിംഗപ്പൂരിൽ നിന്നാണ്. $780 കോടി എത്തിയത്. പല ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാരെ മറികടന്നാണ് സിംഗപ്പൂരിലുള്ളവർ വരുമാനം വർദ്ധിപ്പിക്കുന്നത്. $460 കോടി കുവൈത്തിലെ ഇന്ത്യക്കാർ അയച്ചത്. മൊത്തം നിക്ഷേപത്തിന്റെ 3.9%. ഏറെ പ്രവാസികളുള്ള ഖത്തറിൽ നിന്നുള്ള പണം വരവിൽ കാര്യമായ വർധനവില്ല. $490 കോടി ഈ വർഷം എത്തിയത്. കഴിഞ്ഞ 3 വർഷമായി ഖത്തറിൽ നിന്നുള്ള പ്രവാസി നിക്ഷേപം കുറഞ്ഞു വരികയാണ്. ഇന്ത്യക്കാരുടെ കുടിയേറ്റം വലിയ തോതിൽ വർദ്ധിക്കുന്ന കാനഡയിൽ നിന്ന് ഈ വർഷം എത്തിയത് $451 കോടി ആണ്. വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന 13.4 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ 32% പേർ കാനഡയിലാണ്. ഈ വർഷം പണമയക്കൽ വർധന വരുത്തിയവരിൽ ഒമാനിലെ പ്രവാസികളുമുണ്ട്. $297 കോടി അയച്ചത്. ഓസ്ട്രേലിയയിൽ $270 കോടി അയച്ച പ്രവാസി നിക്ഷേപത്തിൽ 10-ാം സ്ഥാനത്താണ്. ഈ വർഷം ഇന്ത്യയിലേക്ക് എത്തിയ പണത്തിന്റെ പകുതിയിലധികം US, UK, സിംഗപ്പൂർ, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയുന്നതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.